നമ്മുടെ പറമ്പിലെ ചക്കയൊക്കെ തീരാറായി കേട്ടോ. ഇനിയൊരു 2-3 പ്ലാവിലും കൂടെ ചക്ക കിടപ്പുള്ളൂ. തീരുന്നതിന് മുന്നേ ഒരെണ്ണം വറുത്ത് വെക്കാന്ന് കരുതി. ഓണമൊക്കെ അല്ലേ വരുന്നത്. ചക്ക വിളഞ്ഞോന്ന് നോക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. ചക്കയുടെ ഞെടുപ്പയിൽ ഇങ്ങനെ കൊത്താൻ നേരത്ത് ചക്കയിറക്കും വെള്ളവും സെപ്പറേറ്റ് വരുവാണെങ്കിൽ അത് വിളഞ്ഞതാണേ. ഇന്നെനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ പണിക്ക് പോയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ചക്ക വറുക്കാനുള്ള പദ്ധതിയിലേക്ക് വന്നതും. മറ്റ് പ്ലാവുകളെ അപേക്ഷിച്ച് ഈ ചക്ക നല്ല നീളമുള്ള ചക്കയാണ് കേട്ടോ. ഒരു ചക്ക ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലുള്ളതിൽ ചെറിയ ഈച്ച പിടിക്കുന്ന കണ്ടുകൊണ്ട് ചേട്ടൻ ആ ചക്കയും കൂടെ വെട്ടി താഴെയിട്ടെ. കൂഴപ്ലാവാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയായിരുന്നേ. ഈ പ്ലാവില് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ചക്കയാണ് കേട്ടോ. നല്ല വേനൽ സമയമാണെങ്കിൽ ചക്കപ്പഴം ഒന്നും വേസ്റ്റ് ആക്കാതെ എല്ലാവരും കഴിച്ചേനെയായിരുന്നു. ഇപ്പൊ മഴയായതുകൊണ്ട് അധികം ആരും കഴിച്ചില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് മഴയ്ക്കാണെങ്കിൽ ഒരു റെസ്റ്റേ ഇല്ല. പിന്നെ നമ്മൾ വറുക്കാനുള്ള ചക്ക ഒരുക്കിയെടുക്കുന്ന പരിപാടിയായിരുന്നേ. ചക്ക ഇട്ടതും കഷ്ണങ്ങളാക്കിയതും അതിന്റെ ചുളയൊക്കെ അടത്തി തന്നതും എല്ലാം ചേട്ടനാണ് കേട്ടോ. ഞാനിത് വെട്ടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തോരൻ വെക്കാനേ കൊള്ളുകയുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കുകയല്ല കോടാലി ചെല്ലുന്നത്. വറുക്കാനായിട്ട് പറ്റിയ ചക്കയായിരുന്നേ. ചുളയ്ക്ക് കട്ടിയുള്ള ചക്കയാണെങ്കിൽ നമ്മളത് വറുക്കാൻ എടുക്കുകയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എണ്ണ കുടിച്ചു പോകും. നമ്മുടെ വീട്ടിലെ പപ്പയാ ചക്ക ഒരുക്കുന്നെങ്കിലേ അതിന്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചുള അടത്തി എടുക്കാനായിട്ട് എളുപ്പമുണ്ടേ. ഇപ്പൊ ചേട്ടൻ മുറിച്ചെടുത്ത പോലെയാണെങ്കിൽ സമയലാഭമുണ്ട്. പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. അങ്ങനെ ചുളയൊക്കെ അടത്തി ഒരു മുറത്തിലോട്ടിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് ചേട്ടൻ അങ്ങ് മുങ്ങി കേട്ടോ. ബാക്കിയുള്ള പണികൾ എനിക്കും മമ്മിക്കുമായിരുന്നേ. ഇതേപോലെ അതിലെ ചകിണിയും ചക്കക്കുരുവും എല്ലാം മാറ്റി ഞാൻ കൊടുത്തു. മമ്മി അത് അരിഞ്ഞു തന്നേ. ആ ചക്കക്കുരുപ്പാട എന്തിനാണെന്നറിയാവോ? അതൊരു തോരൻ വെക്കാനാ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ചക്ക ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതിന്റെ മുകളിലത്തെയും താഴത്തെയും കട്ടിയുള്ള ഭാഗം അരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയുക ചെയ്യുന്നേ. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ചക്ക വാരി അതിനകത്തോട്ട് അങ്ങ് ഇടണം. മഞ്ഞപ്പൊടി ഞാൻ മുമ്പേ വെള്ളത്തിൽ കലക്കി വെച്ചായിരുന്നേ. അത് എന്തേരം കളറ് വേണോ അതിനനുസരിച്ച് അങ്ങ് ഒഴിക്കണം. ഒരു 2-3 വറ്റൽമുളക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു എരിവും കിട്ടൂല്ലോ കൂട്ടത്തില്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പാകമാകുമ്പോഴത്തേനും ഇതേപോലെ കോരി അരിപ്പയുള്ള പാത്രത്തിലേക്ക് അങ്ങ് വെക്കണേ. മുമ്പേ തന്നെ കുറച്ച് ഉപ്പുവെള്ളം കലക്കി വെച്ചേക്കണേ. എന്നിട്ടിത് കോരി മാറ്റുന്നതേ അതിന്റെ മണ്ടയിലോട്ട് ഈ ഉപ്പുവെള്ളം തെളിച്ചിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ചക്കവറുത്ത് റെഡിയായി. ഇനി വൈകുന്നേരം കാപ്പിക്കൊക്കെ കറുമുറേന്നങ്ങ് കടിച്ച് കഴിക്കാം.